വെൽക്കം ബാക്ക്. അതെ, ഞങ്ങളുടെ കസിൻ മായ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞങ്ങൾ അന്നാ കൊല്ലിമലയിലെ റൂമിൽ കയറിയിട്ട് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് ഡേ ആയിട്ട് കൊല്ലിമല ഒന്ന് ക്വിക്കായിട്ട് കണ്ടു നോക്കിയാലോ. ഞങ്ങളിന്ന് തിരിച്ചു പോണ വഴി ഒരു മെഗാ ലഞ്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് വയറൊക്കെ ഫിറ്റ് ആവണമല്ലോ, അതായത് ഞാനൊരു ലൂസ് ഉടുപ്പ് എടുത്തിട്ടു. ബൈ ഇത് ഷോള് വെട്ടി തയ്ച്ചതാട്ടോ. അത് പിന്നെ ബാനർ കിട്ടിയാലും വെട്ടി ഉടുപ്പ് തയ്ക്കില്ല. രാവിലത്തെ തുടക്കത്രങ്ങ് ശരിയായില്ല, എന്നാലും പോട്ടെ. ഞങ്ങളപ്പോൾ ആദ്യം പോയത് നമ്മ അരുവി, ഒരു വാട്ടർഫോൾ, ഒരു കുഞ്ഞൻ വെള്ളച്ചാട്ടം, അത്രയേ ഉള്ളൂ കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ കാണാൻ അങ്ങനെ അധികം സ്ഥലങ്ങളൊന്നുമില്ല എന്ന് ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. പക്ഷെ ഡ്രൈവ് നല്ലതായതുകൊണ്ട് ഞങ്ങൾ വെച്ച് പിടിച്ചു അടുത്ത വാട്ടർഫോൾ കാണാൻ. ഇതാണ് മാസില വാട്ടർഫോൾസ്. ദൂരേന്ന് കണ്ടിട്ടൊരു ചെറിയ ഹോപ്പൊക്കെ തോന്നുന്നുണ്ട്. അടുത്ത് ചെല്ലുമ്പോൾ എന്താ സ്ഥിതി എന്നറിയില്ല. പോയി നോക്കാം അല്ലേ. ഇരിക്കുന്ന ചേച്ചിമാരോട് എനിക്ക് ശരിക്കും റെസ്പെക്റ്റ് തോന്നി കേട്ടോ. കാരണം അവരുടെ വീടിന് മുറ്റത്തുണ്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടി വെച്ച് വെറുതെ റോഡ് സൈഡിലിരുന്ന് അവർ സെയിൽ നടത്തുക. ആകെ 1-2 ഐറ്റംസേ ഉള്ളൂ, എന്നാലും അവർക്കും വേണ്ടല്ലേ പോക്കറ്റ് മണിയും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും എല്ലാം. വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ മാസില ഫോൾസിന്റെ അടുത്തെത്തിയപ്പം വിവരം അറിഞ്ഞു. നമ്മുടെ ആതിരമ്പള്ളി വാഴച്ചാലിന്റെ ഒക്കെ ഒരു 1/10 ഉള്ളൂ. പക്ഷേ കുളിക്കാൻ അവിടെ ആൾക്കാർ ക്യൂ. പിന്നെ ഏതായാലും കൊള്ളിമലയിൽ പോയിട്ട് ഇത് കണ്ടില്ല എന്നാരും പറയില്ലല്ലോ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം, മുട്ടപ്പനിയാരം. ഇതിൻ്റെ റെസിപ്പി കേൾക്കണോ? വേണമെങ്കിൽ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ പനിയാരം മാവിലോട്ട് മുട്ട, അണിയൻ ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് മിക്സ് ചെയ്ത് നല്ല കലക്കി പനിയാരം പോലെ ചുടണം. പക്ഷെ ഇതിനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. എന്താണെന്നറിയാവോ? ചേച്ചിയുടെ വേർപ്പ് വടിച്ചത് 1 സ്പൂൺ. ഇവിടെ കാണാനൊന്നും അധികം ഉണ്ടെന്നൊന്നും പറയണില്ല. അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതേ മല ഇറങ്ങുക. പക്ഷെ കൊല്ലി ഹിൽസിനെ പറ്റി എനിക്ക് സിൻസിയറായിട്ട് മനസ്സിൽ തോന്നിയ കാര്യം പറയട്ടെ. ശരിക്കും ഒരു 2 days ഒക്കെ റിലാക്സ് ചെയ്ത് സ്പെൻഡ് ചെയ്യണമെങ്കിൽ വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ കൊല്ലി ഹിൽസ്. കാരണം ഇനി കാണാൻ പലതും ഉണ്ട്. താഴത്തോട്ടൊരു 1000 steps ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വാട്ടർഫോൾ ഉണ്ട്, ഒരു 2 അമ്പലങ്ങളുണ്ട്, ബോട്ട് ഹൗസ്, ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾക്ക് കുറച്ചൊരു ടൈം കൺസ്ട്രെയിൻ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും പോയില്ല. പക്ഷേ നല്ലൊരു നൈസ് സെറീൻ സ്പേസ്, നല്ല ഗ്രീന്, നമുക്ക് അറിയാം, നല്ല പ്യുവർ എയറാണ്. നല്ല സ്ഥലം, ഒട്ടും തിരക്കൊന്നുമില്ല, നല്ല സ്ഥലം. Now we are driving to the mega lunch. എവിടെയാണെന്നറിയാൻ ധൃതി പിടിക്കണ്ട. Stay tuned and bye bye.